വാർത്തകൾ അറിയാം പ്രസ് സ്റ്റോപ്പിലേക്ക്. ഇന്ന് പത്രവിശേഷങ്ങളുമായി ലെജോ വർഗീസാണുള്ളത്. ലെജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ പത്രങ്ങളും അവരുടെ പ്രധാനപ്പെട്ട വാർത്തയാക്കിയത് കേരളത്തിലെ ചൂടാണ്. കൊടും ചൂടാണ്, കൊല്ലുന്ന ചൂടാണ് എന്ന് പത്രങ്ങളെല്ലാം തലക്കെട്ട് എഴുതിയിരിക്കുന്ന ഒരു ദിവസമാണ്. നമുക്ക് വേഗം വാർത്തകളിലേക്ക് പോകാം. മാതൃഭൂമിയിൽ കൊല്ലും ചൂട് എന്നാണ് ഇന്ന് ഹെഡ്ലൈൻ ഉള്ളത്. തിളച്ച് ഉരുകി വെന്തുരുകി നിൽക്കുന്ന കേരളത്തിൻ്റെ ഒരു മാപ്പുണ്ട്. പാലക്കാട് 41.1 ഡിഗ്രിയും പുനലൂർ 39.8, ഏതാണ്ട് 40 ഡിഗ്രിയിലേക്ക് കടന്ന കാര്യം. ഇന്ന് പ്രതീക്ഷിക്കുന്ന താപനില പാലക്കാട് 41, കൊല്ലം തൃശ്ശൂർ 40, കോട്ടയം എറണാകുളം പത്തനംതിട്ട കോഴിക്കോട് 38, അങ്ങനെ പോകുന്ന ചൂട്. അതിൽ കണ്ണൂരിൽ യുവാവ് മരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടാണ് മാതൃഭൂമി ഇന്ന് ഒന്നാമത്തെ പേജ് വെച്ചിരിക്കുന്നത്. ചന്ദ്രികയിൽ വെന്തുരുകി കേരളം എന്നാണ്. അത്രത്തോളം ഒരു റെഡ് അലേർട്ടിലേക്ക്, ഒരു ഓറഞ്ച് അലേർട്ടിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന പോലെ ഉള്ള ഒരു കളർ പാറ്റേണിൽ കൂടിയാണ് ചന്ദ്രിക ഇന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാം പേജിൽ തന്നെ ആ വാർത്തയുണ്ട്. മനോരമ സൂക്ഷിക്കണേ എന്നാണ് ഇന്ന് പറയുന്നത്. ഈ ചൂടെല്ലാം ഉണ്ട്, അപ്പോൾ സൂക്ഷിക്കണേ എന്ന് പറയുന്നു. അത് ചൂടിനെ മാത്രമല്ല, പാമ്പിനെയും സൂക്ഷിക്കണേ എന്നുള്ളതാണ്. കേരളത്തിൽ ഇത്തവണ ചൂട് കൂടിയപ്പോൾ ഉണ്ടായ 2 സംഭവങ്ങൾ ചൂട് കൊണ്ടുള്ള പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ പാമ്പ് കൊണ്ടുള്ള പ്രശ്നവുമാണ്. അത് പലയിടത്തായി പാമ്പ് കടിയേറ്റ് കുട്ടികളടക്കം മരിക്കുന്ന വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചൂട് കൂടുന്തോറും മാളങ്ങളിലും മറ്റുമുള്ള പാമ്പുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യം കൂടി കണക്കിലെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂക്ഷിക്കണേ എന്ന് മനോരമ ഇന്ന് ഹെഡ്ലൈൻ എഴുതുന്നത് ഒന്നാമത്തെ പേജിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൊട്ട് മുമ്പ് രാകേഷ് റിപ്പോർട്ട് ചെയ്ത് മടങ്ങിയ കാര്യമാണ്. അത് തമിഴ്നാട്ടിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട, വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് തമിഴ്നാട്ടിൽ 85%, ബംഗാളിൽ 92.7% എന്നാണ് കേരള കൗമുദി ഇന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. വീക്ഷണത്തിൻ്റെ ഹെഡ്ലൈൻ തന്നെ കുറച്ച് പരിധി വിട്ടോ എന്ന് നമുക്ക് തോന്നും. പരിധി വിട്ട് ആവേശം എന്നാണ് വീക്ഷണം ഇന്ന് അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ബംഗാളിലും തമിഴ്നാട്ടിലും റെക്കോർഡ് പോളിംഗ്. ബംഗാളിൽ 91.83, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പോളിംഗ് എന്നാണ്. പക്ഷേ ഹെഡ്ലൈൻ ഇത്തിരി മറ്റൊരു തരത്തിൽ പരിധി വിട്ടത്, ആളുകൾ വോട്ട് ചെയ്യുന്നത് എന്തോ പരിധി വിട്ടുപോയി എന്ന നിലയിലാണ്. പരിധി വിട്ട ആവേശം എന്ന് വീക്ഷണം ഇന്ന് ഒന്നാമത്തെ പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഉണ്ടായത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പേരിന് പൂരം എന്നാണ് ജനയുഗം ഇന്ന് ഒന്നാമത്തെ പേജിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആഘോഷങ്ങൾ ഒഴിവാക്കി ആചാരം മാത്രമായി നടത്തും, വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കും, കുടമാറ്റം ലളിതമായി നടത്തും എന്നടക്കമുള്ള കാര്യങ്ങൾ, കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു എന്നത് തൊട്ടടുത്ത് തന്നെ ജനയുഗം മറ്റൊരു വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ മെട്രോ വാർത്ത ആ വാർത്തയെ കുറെ കൂടി സങ്കടകരമായ പോലെയാണ്. അതിൻ്റെ ഇല്ലസ്ട്രേഷൻ അടക്കം വെടിക്കെട്ടില്ലാതെ പൂരം എന്ന നിലയിൽ അത് ഈ ഉണ്ടായിരിക്കുന്ന ഇത്രയും വലിയ ഒരു ദുരന്തത്തിനപ്പുറത്തേക്കും ഈ വെടിക്കെട്ട് നടത്താത്തതിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തുന്ന തരത്തിലാണ് മെട്രോ വാർത്തയുടെ ഇന്നത്തെ ഇല്ലസ്ട്രേഷൻ എന്ന് നോക്കുകയാണെങ്കിൽ പറയാൻ കഴിയും. വെടിക്കെട്ടില്ലാതെ പൂരം, മേളവും മടത്തിൽ വരവും പതിപോലെ എഴുന്നള്ളിപ്പ് ആചാര ചടങ്ങുകളിൽ മാറ്റമില്ല, കുടമാറ്റം 15 മിനിറ്റ് മാത്രം, പൊലിമ കുറയും എന്നതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു നമ്മൾ നോക്കുമ്പോൾ വളരെ ദുഃഖം തോന്നുന്ന തരത്തിൽ ആണ് അതിൻ്റെ ഇല്ലസ്ട്രേഷനും ഹെഡ്ലൈനും എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. മറ്റു പത്രങ്ങളിലൊന്നും ഒന്നാം പേജിൽ ഇടം പിടിക്കാത്തൊരു വാർത്ത മംഗളത്തിലുണ്ട്. അതിങ്ങനെയാണ്. നിതിൻ, അതായത് കണ്ണൂരിൽ ഡെന്റൽ വിദ്യാർത്ഥി മരിച്ചതുമായി ബന്ധപ്പെട്ടാണ്. നിതിൻ ജീവനൊടുക്കാൻ കാരണം ഡോക്ടർ റാമിൻ്റെ ക്രൂരത, പ്രതികളുടെ വാദങ്ങൾ പൊളിച്ച് പ്രോസിക്യൂഷൻ, താനും ദളിതനെന്ന് റാം അല്ലെന്ന് പ്രോസിക്യൂഷൻ, സ്ഥലത്തില്ലായിരുന്നു എന്ന് പ്രതികൾ, CCTV ദൃശ്യങ്ങൾ തെളിവാക്കി പ്രോസിക്യൂഷൻ, ജാമ്യാപേക്ഷയിൽ വിധി നാളെ എന്നുള്ള കാര്യമാണ് മംഗളം. മറ്റു പത്രങ്ങളിൽ ആ വാർത്ത ഒന്നാം പേജിലില്ല എന്നതും ശ്രദ്ധേയമാണ്. അതിനുശേഷം നമ്മൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് വരികയാണെങ്കിൽ ഹോർമൂസുമായി ബന്ധപ്പെട്ട 1-2 വാർത്തകളാണ്. അത് സിറാജിൽ ഇങ്ങനെയാണ്: ഹോർമൂസ് കത്തുന്നു, കപ്പൽ പിടിച്ചെടുത്തു, ബോട്ടുകൾ വെടിവെച്ചിടുമെന്ന് ട്രംപ്. അവിടെ ആ പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകുന്നു എന്നാണ് സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് സിറാജ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സുപ്രഭാതത്തിൽ US സൈന്യത്തിൻ്റെ പാളയത്തിൽ പട എന്നാണ് അവരുടെ വാർത്തയുടെ ആംഗിൾ. ഹോർമൂസ് നാവിക ഉപരോധം, നേവി സെക്രട്ടറി ജോൺ ഫിലാൻ രാജിവെച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ ഹോർമൂസ് ഉപരോധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ സൈന്യത്തിൽ തന്നെ വലിയ തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാകുന്നു എന്ന നിലയിലാണ് സുപ്രഭാതം ആ വാർത്ത ഇന്ന് കൈകാര്യം ചെയ്യുന്നത്.
മാധ്യമത്തിലേക്ക് വന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട അത് ഇന്നലെ ലെബനനിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ്. അമാലിനെ അവർ കൊന്നുകളഞ്ഞു എന്നാണ് മാധ്യമത്തിൻ്റെ ഹെഡ്ലൈൻ. ലെബനാനിൽ അധിനിവേശ ക്രൂരത തുറന്നുകാട്ടിയ മാധ്യമ പ്രവർത്തകയെ വധിച്ച ഇസ്രായേൽ സൈന്യം വധിച്ച അമാൽ ഖലീലിൻ്റെ ചിത്രമുണ്ട്. അവർ മരിച്ചതറിഞ്ഞ് ദുഃഖത്തിലായ അവരുടെ ഖബറടക്ക ചടങ്ങിൽ വിതുമ്പുന്ന ആളുകളെ, അവരുടെ ശവസംസ്കാര ചടങ്ങിൽ വിതുമ്പുന്ന ആളുകളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മാധ്യമം ഇന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ വേഗത്തിൽ ചൂടുമായി ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയൽ കൂടി വായിച്ച് അവസാനിപ്പിക്കാം. ഊതി വേനലിനെ ആഴിയാക്കുന്നവർ നാം എന്നാണ്. തീവ്രതയിൽ വ്യത്യാസമുണ്ടാകാമെങ്കിലും വേനലെത്തുന്നത് ആദ്യമായില്ല. പക്ഷേ വരൾച്ച മുന്നൊരുക്കങ്ങൾ നടത്താതെ ഇത്തവണയും നാം അത് ഊതിക്കത്തിച്ച് ആഴിയാക്കിയിരിക്കുന്നു എന്നാണ് ദീപിക പറയുന്നത്. ഇത്രയും വലിയൊരു വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് അത് കൃത്യമായി മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല സർക്കാർ എന്ന വിമർശനം ദീപിക ഉന്നയിക്കുന്നു. ഇനിയും നിരവധി വാർത്തകളുണ്ട്. അത് നമുക്കും ആ വാർത്തകൾ ചൂടുമായി അടക്കമുള്ള ബന്ധപ്പെട്ട വാർത്തകൾ ഇനിയും വരാനുണ്ട്. തിരിച്ച് സേതുവിലേക്ക്. ഓക്കെ.